സി കേരളം സൂപ്പർ ബമ്പറിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ബാലരാമപുരത്താണുള്ളത് കേട്ടോ. ബാലരാമപുരത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പറയുന്നേക്കാളും ഉപരിയായിട്ട് ഇവരുടെ പെരുമാറ്റവും ഇവരുടെ സംസാരവും ഒക്കെ കേൾക്കുന്നതന്നെ ആയിരിക്കും നിങ്ങൾക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കൈത്തറിയെ ലോകമെമ്പാടും എത്തിച്ച സ്ഥലമാണ് ബാലരാമപുരം. ബാലരാമപുരത്തെക്കുറിച്ച് പറയാൻ ആരാ അവിടെ ഉള്ളത്? ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങളുടെ നാടിനെ കുറിച്ച് സംസാരിക്കാൻ ആരാ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. ബാലരാമപുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന വലിയൊരു പട്ടണമാണ് ബാലരാമപുരം. കൈത്തറിയുടെ ഈറ്റില്ലമാണ് ബാലരാമപുരം എന്ന് പറയുന്നത്. അതായത് കേരളത്തിനകത്ത് 5 സ്പിന്നിങ് മില്ല് ഉണ്ടെങ്കിലും അതിൽ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ളത് ബാലരാമപുരം കൈത്തറിക്ക് മാത്രമാണ്. കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലയ്ക്കകത്ത് നല്ല എല്ലാ മെയിൻ സ്ഥലങ്ങളും ബാലരാമപുരത്താനും കാണും. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഒരു കച്ചവടം, അതിൻ്റെയും തുടക്കം ബാലരാമപുരമാണ്. ബാലരാമപുരത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനു വേണ്ടി ഇത്രയും നിങ്ങൾ കാണാതെ പഠിക്കണ്ടായിരുന്നു. അല്ല, അത് യാഥാർത്ഥ്യത്തിന് ഇപ്പൊ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. യാഥാർത്ഥ്യമാണ്, പക്ഷെ പുള്ളി കാണാതെ പഠിച്ചിട്ടില്ലേ? അല്ല. അതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. സൂപ്പർ ബമ്പറിലേക്ക് മാന്യപ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട് 5 പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 പേർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ വരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. എന്താ പേര്? മുഹമ്മദ് ഷാ. എന്ത് ചെയ്യുന്നു? ഡാൻസറാണ്. ഡാൻസറാണ്. മൊത്തത്തിലൊരു ഡാൻസ് ലുക്കൊക്കെ ഉണ്ട് അല്ലേ? എന്ത് ടൈപ്പാണ്? സിനിമാറ്റിക് ആണോ? ഓൾ സ്റ്റൈൽ. തകർക്കും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? എൻ്റെ പേര് അഷ്ഫഖ്. എന്താണ്? എന്തെങ്കിലും എക്സിക്യൂട്ടീവ് സെറ്റപ്പ് ആണ്? ടീച്ചറാണ്. ഇനി അടുത്തയാളെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? സുഹാന. എന്ത് ചെയ്യുന്നു? എന്തിനു പഠിക്കുന്നു? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാട്ട് പാടും അല്ലേ? രണ്ടുപേരും പാടും. എനിക്കിന്നു നിന്നെ വേണം, ഇനിയും നാം ഒന്നാകണം. എനിക്കിന്നു നിന്നെ വേണം, ഇനിയും നാം ഒന്നാകണം. കരൾ പൊട്ടി ഞാൻ കരയുമ്പോൾ കൂടെ വേണം. കിനാവിൻ്റെ പന്തലൊരുക്കാൻ ചാര് വേണം. അവകാശമില്ലെന്നറിയാം, തിരികെ വരില്ലെന്നറിയാം. ഇന്നു നീ പോയെന്നോർക്കാനാവണില്ല. ഞാൻ പറഞ്ഞിട്ടെൻ മനസ്സും കേൾക്കണില്ല. ഗംഭീരമായിട്ട് പാടി. നല്ലൊരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു. മാപ്പിളപ്പാട്ടിലെ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ് മോള് പാടിയത് കേട്ടോ. എന്താണ് ഇവിടെ ഒരു കണ്ണാടിക്കാരി പേടിച്ച് നിൽക്കുന്നത്? മോളെ ശോഭി വാതില് തുറക്കാൻ. ശരിക്കും ഞാൻ നോക്കി ഉമ്മറൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യുന്നു? സ്കൂൾ PT-യിലുണ്ട്. പിന്നെ ഒരു ജനറൽ ഇതിൽ വർക്ക് ചെയ്യുന്നു. പേരെന്താ? രാജേശ്വരി. സൂപ്പർ ബമ്പർ കിട്ടാൻ സാധ്യതയുണ്ടോ? അറിയില്ല, ട്രൈ ചെയ്യാം. ഓക്കെ. മോടെ പേര്? അസ്ന. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 9th standard. 9th. എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ടീച്ചർ? നസർത്ത് ഹോം. അടുത്താണോ? അടുത്താണല്ലേ. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ് വരെ ഉണ്ട്. 10ാം ക്ലാസ് വരെ PT ടീച്ചറാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. കാണാൻ പറ്റിയതിൽ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. സമ്മാനം വാങ്ങുവാനായിട്ട് വന്നവരാണ് ഈ 5 പേര്. ഒരുപാട് സമ്മാനങ്ങളാണ് വാരിക്കോരി ബമ്പറായിട്ട് നിങ്ങൾക്ക് തരാനായി പോകുന്നത്. 1000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള സമ്മാനമാണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൂപ്പർ ബമ്പർ കളിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. ഈ ഗെയിമിൻ്റെ സ്വഭാവം നിങ്ങളെന്ന് അറിയിക്കുകയാണ്. നിങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25,000 രൂപയാണ്.
മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളായിരിക്കും ഗെയിമിലേക്ക് ആദ്യം പ്രവേശിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: നിറയെ ദ്വാരമുണ്ടെങ്കിലും നിറയെ വെള്ളമെടുക്കാൻ കഴിയുന്ന ഒരു വസ്തുവുണ്ട്. ഏതാണത്? സ്പോഞ്ച്. സ്പോഞ്ച്. തീർച്ചയായിട്ടും ശരിയാണ്. ഒരുപാട് സന്തോഷം. സൂപ്പർ ബമ്പർ കളിക്കാൻ താങ്കൾ റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. പി.ടി. സാറാണ് ഇന്നത്തെ ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പെട്ടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒന്നിൽ പണപ്പെട്ടിയും മറ്റേതിൽ പണിപ്പെട്ടിയും. പണിപ്പെട്ടിയിൽ നിന്ന് അശ്വക്കിന് എന്ത് പണിയാണ് കിട്ടുന്നത് എന്നനുസരിച്ചിരിക്കും പണപ്പെട്ടിയിൽ നിന്ന് പണം സ്വന്തമാക്കുവാൻ. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏതാണ് ആ ഗെയിം എന്ന് നമുക്ക് നോക്കാം. ഗെയിമിന്റെ പേര് എന്താണെന്ന് വായിക്കാം. ഉറക്കെ വായിക്കാം. വീർക്കടാ വീർക്ക്. അതെ, ഇന്നത്തെ ഗെയിം വീർക്കടാ വീർക്ക് എന്ന് പറയുന്ന ഗെയിമാണ്. 1000 രൂപ സമ്മാനമായിട്ട് കിട്ടാനുള്ള ആദ്യത്തെ ഗെയിമാണ്. 120 സെക്കൻഡ് കൊണ്ട് 5 ബലൂൺ വീർപ്പിച്ച് ഈ സ്റ്റാൻഡിൽ ഹാങ് ചെയ്ത് വെക്കുക. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡിയല്ലേ? റെഡിയാണ്. അശ്വക് റെഡിയല്ലേ? റെഡിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഊതടാ ഊത. കൈയടിക്ക, കൈയടിക്ക. ആ, ഊതടാ ഊത. ഊതടാ ഊത, ഊതടാ ഊത, ഊതടാ ഊത. കണ്ടുപിടിക്കാം. പ്രിയങ്കരനായ പി.ടി. മാഷ് അശ്വകാണ് ഇവിടെ ഊതിക്കൊണ്ടിരിക്കുന്നത്. ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 120 സെക്കൻഡിനുള്ളിൽ. അതെ, മാക്സിമം ബലൂൺ വീർപ്പിച്ച് ഡബിള് മാത്രമേ വീർക്കുന്നുള്ളൂ. മൊത്തം 5 ബലൂണാണ് ഇവിടെ ഹാങ് ചെയ്ത് വെക്കേണ്ടത്. അതെ, ചുണ്ട് വീർപ്പിച്ചിട്ട് കാര്യമില്ല, മൂക്കാണ് വീർക്കുന്നത്. കണ്ണാണ്ടേ ശോഭി. അതെ, ആഞ്ഞു പിടിക്ക്. ഓ, ആ ചിരി കണ്ടോ? ആ, കെട്ട്. കല്യാണം കഴിഞ്ഞാണോ? ഓക്കെ, കെട്ടാനുള്ള സ്റ്റൈല് കണ്ടിട്ടാ അത് പോയി. അപ്പം ഇനി എത്ര സെക്കൻഡ് ബാക്കിയുണ്ട്? എത്ര സെക്കൻഡ് ഉണ്ട്? 40 സെക്കൻഡാണ് ബാക്കിയുള്ളത്. കവളല്ല വീർപ്പിക്കേണ്ടത്, ബലൂണാണ് വീർപ്പിക്കേണ്ടത്. 40 സെക്കൻഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ആഞ്ഞ് കൈയടിക്ക്. അശ്വകിന്റെ അതിവിദഗ്ധമായ പ്രകടനമാണ്. അതെ, അശ്വകിന് ഐഡിയ മനസ്സിലായിട്ടുണ്ട്. ഏകദേശം കിട്ടി. ചെറിയ ലേറ്റായി പോയെന്ന് സംശയമുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വലിച്ചിട്ട്. ഫാസ്റ്റ്. കയ്യടി പോരാ. ഓക്കെ, അശ്വക്കാണ് ആദ്യത്തെ ഗെയിം സൂപ്പർ ബമ്പറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആഞ്ഞു പിടിച്ചോ. അല്പസമയം കൊണ്ട് ബാക്കിയുണ്ട്. സമയം നോക്കണം. 40 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. ആഞ്ഞു പിടിക്ക്. വലിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ആഞ്ഞു പിടിച്ചിട്ട് പൊട്ടിക്കട്ടെ. തകർത്ത്. അയ്യോ, പോരാ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അശ്വക് അടിപൊളി. ലാസ്റ്റ്. അതെ, 120 സെക്കൻഡിനുള്ളിൽ അശ്വക് വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് 5 ബലൂണാണ് ഇവിടെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ വിജയി പ്രിയങ്കരനായ അശ്വകനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? അടിപൊളി. കവളൊക്കെ പോയി. ഗ്ലാമറായി അല്ലേ? ഗ്ലാമറായി. വീർത്തു അങ്ങോട്ട്. മൊഞ്ചായി. ആദ്യത്തെ ഗെയിമിൽ അശ്വക് വിജയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിമിലെ വിജയം എന്ന് പറയുന്നത് 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ വിജയിയാണ് അശ്വക്. പക്ഷേ അശ്വകിനെ എനിക്ക് അത്ര വിശ്വാസമില്ല. അശ്വക് പി.ടി. മാഷാണെന്ന് പറഞ്ഞു. മസിൽ പിടിച്ച് നിൽക്കുന്നതാണോ, ആരോഗ്യമുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഏതായാലും അശ്വകിൻ്റെ ആ വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ട് പി.ടി. മാഷാണോ എന്ന് ഇവർക്കെല്ലാം സംശയമുണ്ടല്ലേ? കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ പി.ടി. മാഷാണോ എന്ന് എനിക്കൊരു സംശയമില്ലേ? ഇല്ലേ? സംശയമുണ്ട്. ഉണ്ട്. എല്ലാവരും പറയുന്നത് എല്ലാവർക്കും സംശയമാണ്. എന്താണ് പി.ടി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവിടെ? എന്തൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഗെയിംസ്, അത്ലറ്റിക്സ്. ഉണ്ടോ? മുറ്റാണ്. എന്നാൽ നമുക്ക് സംശയം ഒന്ന് തീർത്ത് കളയാം. എന്താണ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇവരെ ഒന്ന് വിശ്വസിപ്പിക്കാനായിട്ട്? എന്താ ചെയ്യണ്ട? എന്തും ചെയ്യും സുകുമാരൻ. ഓക്കെ, എന്നാലൊരു പുഷപ്പ് എടുത്താലോ നമുക്ക്? പുഷപ്പ് എടുക്കാം. എത്ര പുഷപ്പ് എടുക്കും? ഒരു 30 പുഷപ്പ്. റെഡി? സ്റ്റാർട്ട് ചെയ്തോ. റെഡി? 30 പുഷപ്പാണ് അശ്വക് എടുക്കാൻ വേണ്ട.
1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 തീർച്ചയായിട്ടും പി ടി മാഷാണ് നല്ലൊരു കൈയടി. ഏതായാലും സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി അഷുക്കാണ്. 1000 രൂപ ഉറപ്പായ സമ്മാനം 1000 രൂപ അഷുക്കിന് കൊടുക്കുകയാണ്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. 1000 രൂപ വാങ്ങിയ അഷുക്കിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദ്യം ഇതാണ്. പ്രിയങ്കരനായ പി ടി സാർ അഷുക്, നിങ്ങൾ അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? തയ്യാറാണ്. തീർച്ചയായിട്ടും തയ്യാറാണെന്ന് തന്നെയാണ് സംശയമില്ലാതെ പറയുന്നിരിക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നേ മനം മടിപ്പിക്കുന്ന ഈ വെയിലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെന്നറിയാം. വെയിലിനെ മാത്രം ഭയന്നുകൊണ്ട് ഈ ബോറടി മാറ്റുവാനായിട്ട് നല്ലൊരു പെർഫോമൻസ്. പി ടി മാഷാണ് നമ്മളിവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 രൂപയുടെ അടുത്ത ലെവലിലേക്കുള്ള ഗെയിമാണ് നമ്മളിവിടെ തുടരാൻ പോകുന്നത്. എല്ലാവരും ഹാപ്പി അല്ലേ? പി ടി മാഷ് ഹാപ്പി അല്ലേ? അതെ. ഏതായാലും അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. പണിപ്പെട്ടിയിൽ നിന്ന് ഏതാണ് പണി എന്ന് നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. അടുത്ത ഗെയിമാണ് നിവർന്നു വാടാ ഉവ്വേ. നിവർന്നു വാടാ ഉവ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 11 കുടകൾ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. നിവർത്തി വെച്ചിരിക്കുന്ന കുട 100 സെക്കൻഡിനുള്ളിൽ 10 കുട നിവർത്തി ഇങ്ങനെ മലർത്തി കുട, അതായത് നിവർത്തി എന്ന് പറയല്ല, മലർത്തി എന്ന് തന്നെ പറയാം. ഇങ്ങനെ മലർത്തി വെച്ചിരിക്കുന്ന കുട ഇങ്ങനെ തള്ളി നീക്കി നിവർത്തുക. മലർത്തി വെച്ചിരിക്കുന്ന കുട നിവർത്തുക. അപ്പം 100 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ള സമയം. പ്രിയങ്കരനായ സുഹൃത്താണ് മത്സരിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏതായാലും കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ അടുത്ത ഗെയിം നിവർന്നു വാടാവേ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. കൈ കൊണ്ടല്ല, നിവർത്തി മാത്രം. നിവർത്തി, കൈ തൊടരുത്. 2 100 സെക്കൻഡാണ് സമയമുള്ളത്. 100 സെക്കൻഡാണ് സമയമുള്ളത്. കൈ തൊടരുത്. ആഞ്ഞു പിടിക്ക്, വലിച്ചു പിടിക്ക്. 100 സെക്കൻഡ്.
എത്രയാണ്? 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 100 സെക്കൻഡിനുള്ളിൽ 10 കൊട. ആഞ്ഞു പിടിക്കുക. ഒരു നാക്കുണ്ട്, ആ നാക്ക് കിട്ടിയാൽ ഓക്കെയാണ്. തീർച്ചയായിട്ടും PT മാഷ് പിടിച്ചാ ഓക്കെ. PT മാഷേ ഓക്കെ. നാട്ടുകാരുടെ പ്രോത്സാഹനം, ബാലരാമപുരത്തിന്റെ അഭിമാനതാരം പ്രിയങ്കരനായ PT മാഷാണ്. കൂടാ നിവർത്താൻ പോകുന്നത് 50 സെക്കൻഡ്. 100 സെക്കൻഡിനുള്ളിൽ 10 കൊടയാണ് നിവർത്തേണ്ടത്. 2000 രൂപയ്ക്കുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ആഞ്ഞു പിടിക്കുക. കൊട നൂർത്ത് 30 സെക്കൻഡ്. പിടിക്കുക. എന്റെ പൊന്നും കൂടെ പിടിക്കുക. ഒന്നുകൂടെ 30 സെക്കൻഡ് മാത്രം. 30 സെക്കൻഡ്. എടുക്ക 30 സെക്കൻഡ് കൂടി ഉള്ളൂ. 20 സെക്കൻഡ്. കൈയടിക്ക്. എന്റെ പൊന്നും കൂടെ. എന്റെ ദൈവമേ പിടിച്ചു. ആഞ്ഞു പിടിക്കുക. 10 സെക്കൻഡ്. 10 സെക്കൻഡ് മാത്രമാണ്. 10, 8, 5 പിടിക്കുക. 5, 4. ഒന്നുകൂടെ. ഒറ്റെണ്ണം. 1, 0. എല്ലാം പോയി. എല്ലാം തകർന്നു തരിപ്പടായി. ഏതായാലും നന്നായിട്ട് മത്സരിച്ചു. ഒരുപാട് സന്തോഷം. ഈ ഒരു ജൽപ്പനത, ഒരു നിർഗളത, ഒരു വിമോക്തത എല്ലാം മുന്നോട്ട് വീണ്ടും ഉണ്ടാവട്ടെ. വീണ്ടും കാണാം. അതുവരേക്കും സി സൂപ്പർ ബമ്പറിൽ നിന്നും വിടവാങ്ങൽ ആവശ്യമാണ്. അടുത്ത ഗെയിമിൽ അടുത്തയാള് നമുക്ക് തീർച്ചയായിട്ടും PT മാഷിനെ നല്ലൊരു കയ്യടിയോടുകൂടി പുറത്തേക്ക് തള്ളിക്കളയാൻ പോവുകയാണ്. ഓക്കെ വിട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സി കേരളം സൂപ്പർ ബമ്പറിൽ ഈ ഗെയിം വീണ്ടും തുടർന്ന് ചെയ്യാൻ പുറത്തുനിന്ന് ആരെങ്കിലും ധൈര്യമുള്ളവർക്കുണ്ടായി വരാം. മത്സരാർത്ഥികളല്ല, ആരെങ്കിലും ധൈര്യമുണ്ടോ? ഈ ഗെയിം പുറത്തുനിന്ന് ചെയ്യാൻ ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് കൈവക്ക. യെസ്, ബാലരാമപുരത്തിന്റെ നായകൻ 14 ജില്ലകളിൽ തന്റെ വീറും വാശിയും തെളിയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. ബാലരാമപുരത്തിന്റെ സ്വന്തം ഷംനാഥാണ് മത്സരിക്കുന്നത്. നല്ലൊരു കൈയടി. നിവർത്തി വെച്ചിരിക്കുന്ന കോട മടക്കുക. നിവർത്തി മലർത്തി വെച്ചിരിക്കുന്ന കോട. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി, സ്റ്റാർട്ട്. പിടിച്ചോ. കയ്യടി പോരാ. ഏതായാലും ഷംനാഥേ അങ്ങനെ കുത്തി മറിച്ചിടാൻ കൊട്ടെ. ഒന്നും നോക്കണ്ട. അങ്ങ് വാശിക്കാൻ കൊട്ടെ. അങ്ങനെ തകർക്കാൻ കൊട്ടെ. അത് തന്നെ. അരിയിടിക്കണോ? പിടിക്കുക. കുത്തങ്ങോട്ട്. അങ്ങ് കുത്തി മറിക്കങ്ങോട്ട്. പോട്ടെ. ഒന്നും നോക്കണ്ട. പോട്ടെ. ഇവിടെ കുത്ത്. അവിടെ അങ്ങോട്ട് കുത്ത്. അടുത്തെടുത്തു. അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് നമ്മുടെ എടുത്തേക്കാൾ. പോട്ടെ. അങ്ങ് വിട്. കീറിക്കള. മറിച്ചുകള. കൂത്ത്. 40 സെക്കൻഡായി. അങ്ങോട്ട്. അവിടെ എല്ലാം കുത്തി. ഇവിടെ എല്ലാം കുത്ത്. ഇവിടെ കുത്ത്. എടുത്തു. എത്ര സെക്കൻഡ് ഉണ്ട് ഇനി? 50 സെക്കൻഡ് കഴിഞ്ഞ് കയ്യടിയില്ല. കുത്ത്. കൈയടിക്കുക. വീശിക്കുക. താങ്ക് യു. ഓക്കെ. കണ്ടുപിടിക്കുക. ഒന്നുകൂടെ. വീശിക്കോ. കണ്ണിക്കുത്തല്ലേ. പിടിച്ചോ. കയ്യടി പോരാ. ഷംനാഥാണ് മത്സരിക്കുന്നത്. ഷംനാഥേ, വീറും വാശിയും നമ്മൾ കൈവിടരുത്. ബാലരാമപുരത്തിന്റെ അഭിമാന താരമാണ് മത്സരിക്കുന്നത്. 30 സെക്കൻഡ് കമ്പിയെല്ലാം ഓടിച്ചു. അങ്ങ് പോട്ടങ്ങോട്ട്. സൂര്യന് നേരെ. സൂര്യ പിടിക്കങ്ങോട്ട്. 20 സെക്കൻഡ് കൂടെ ഉണ്ട്. ഒന്ന് നോക്കാം. 10, 9, 8. ഇല്ല, നടക്കും. 8. കുത്തങ്ങോട്ട്. 6, 5, 4, 3, 2. കയ്യടി. 1. കയ്യടി. 0. ഇതിന്റെ ടെക്നിക്ക് എന്താണ്? ഷംനാഥ് പറ, സംസാരിക്കൂ. ടെക്നിക്ക് എനിക്ക് ഇതുവരെ പിടികിട്ടിയെങ്കിൽ ഞാനെല്ലാം ഷംനാഥ്, ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുടകൾ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവച്ഛവമായിട്ടുണ്ട്. എന്തായാലും ഇത്രയും കുടകൾ ഒടിക്കാനുള്ള ശ്രമം നടത്തി മലത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ഒടിഞ്ഞു പോയി. എങ്കിൽ തന്നെയും വിളിച്ചപ്പോൾ തന്നെ ബാലരാമപുരത്തിന് വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. നമ്മൾ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ബാലരാമപുരത്തെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഷംനാഥ് സി കേരളം സൂപ്പർ ബമ്പറിൻ്റെ വകയായി നല്ലൊരു സമ്മാനം ഷംനാഥിന് തരുന്നുണ്ട്. ഷംനാഥിന് നല്ലൊരു ടീഷർട്ട് ഉണ്ട്. അപ്പോൾ ഇതിടുക. ഒരുപാട് സന്തോഷം. ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. ഈ ആത്മാർത്ഥത എന്നും നിലനിൽക്കട്ടെ. നെഞ്ചിൽ കൈവച്ച് സന്തോഷത്തോടെ പറയാം, ഒരു ബാലരാമപുരം സുഹൃത്തിനെ കിട്ടിയതിൽ. അപ്പോൾ വീണ്ടും കാണാം. സന്തോഷം ബാലരാമപുരം. അടുത്ത ഗെയിമിൽ മത്സരിക്കുവാൻ 4 പേരിൽ നിന്ന് ആരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിലേക്ക് ആരാണ് വരുവാൻ പോകുന്നതെന്ന് നോക്കാം.
അതിനായിട്ടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന പലഹാരം ഏതാണ്? ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന പലഹാരം ഏതാണ്? ആരാണ് പറയുന്നത്? കപ്പലണ്ടി. തീർച്ചയായിട്ടും കപ്പലണ്ടി. തെറ്റാണ്. ഇതിന്റെ ലുക്ക് കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് ഇങ്ങനെ അത് തന്നെ പറയുള്ളൂ. അല്ലടാ മക്കളെ, അതല്ല. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഒരു പലഹാരമുണ്ട്. ഇവർക്കാണ്, കണ്ടസ്റ്റന്റിനോടാണ് ചോദ്യം. വെളിയിൽ നിന്നുള്ളവർ പറയരുത്, ഇവരോടല്ലേ ചോദിക്കുന്നേ. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന പലഹാരം പറയൂ, പറയൂ. പുറത്തുനിന്ന് ആരും പറയരുത്. എന്താ ശ്രമം നടത്തുവോ? അറിയില്ല. ഏതാണ്? ഏതാണ്? ഒരക്ഷരം പോയാൽ കുഴപ്പമാവുന്ന പലഹാരം? ഉറപ്പായിട്ടും ശരിയാണ്. ഒരക്ഷരം പോയാൽ കുഴപ്പമാവുന്ന പലഹാരം കുഴലപ്പം. ഴ പോയി കഴിഞ്ഞാൽ കുഴപ്പമാകും. കുഴലപ്പം. എന്താ പേര്? സുഹാന. സുഹാനയാണ് ഇതിന് ആൻസർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സുഹാന ഗെയിം കളിക്കാൻ റെഡിയാണോ? യെസ്, അതാണ് വേണ്ടത്. സുഹാന ആദ്യത്തെ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം ബാലരാമപുരത്തിന്റെ മണ്ണിൽ ബാലരാമപുരത്തിന്റെ സുഹാനെ. അടുത്ത ഗെയിമിൽ ആദ്യത്തെ ലെവലിലാണ് സുഹാന മത്സരിക്കാൻ പോണത്. 1000 രൂപ ഉറപ്പായ സമ്മാനമാണ്. അതിനു മുമ്പ് ഷാ ഇവിടെ കുറേ നേരമായി നിൽക്കുന്നു. ഡാൻസർ ആണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രേക്ഷകരെയും കൂടി അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെയൊന്നുമില്ല, കളിക്കും. 2 സ്റ്റെപ്പ് ഒന്ന് വെച്ചാലോ? കുഴപ്പമുണ്ടോ? എൻ്റെ ഒരു ഇക്ക ഇവിടെ ഉണ്ട്. ഇക്ക അനിയനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്, രണ്ടും കൽപ്പിച്ച് അല്ലേ? ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏത് പാട്ടാ കളിക്കാൻ പോകുന്നത്? ടൈഗറിലെ സോങ്. ഇക്ക എവിടെ? ഇക്കയുടെ പേരെന്താ? ഇക്ക വായിക്ക. ഏതായാലും നമുക്ക് സുഹാനയുടെ ആദ്യത്തെ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ഷായുടെ ബ്രദറിന്റെയും നല്ലൊരു പെർഫോമൻസ് കാണാം.
सबका स्वागत. ഷായുടെ ലുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലുക്ക് മാത്രമേ കാണുള്ളൂ, വർക്ക് കാണുകയല്ലെന്ന്. പക്ഷേ വർക്ക് അതിമനോഹരമായിരുന്നു. അനസ് ബ്രദർ അല്ലേ? ഓക്കെ, അനസുമായിട്ട് സംസാരിക്കട്ടെ. അനസ് എത്ര നാളായി ഡാൻസ് കൊണ്ടു നടക്കുന്നു? കുറച്ചു കാലമായി. ജീവിതമാർഗം കൂടുതലും ഇത് തന്നെയാണോ? ഇല്ല, ഇത് മെയിൻ വരുമാനമല്ല, പ്രൊഫഷണലാണ്. എന്നാലും ജീവന്റെ ഭാഗമാണ്, കൽബാണ് അല്ലേ? ഓക്കെ, അതാണ്. ചേട്ടാ ഒരു ആഗ്രഹം ഉണ്ടെന്ന് സാധിക്കാൻ. ആഗ്രഹം എന്താണ്? ഒന്ന് സുരേഷ് ഗോപി ഒന്ന് അനുകരിക്കാമോ? സുരേഷ് ഗോപിയാ? എടാ, മിമിക്രിക്കാരൊക്കെയാണ് സുരേഷ് ഗോപി അനുകരിക്കുന്നത്. ആണുങ്ങളിലാണ് അബ്കാരി പ്രമാണി, കടയാടി ബേബി, ദ അപ്കമിംഗ് ടെറർ, കടയാടി തമ്പി, ദ ജഗൽ ടെറിജൽ, കടയാടി രാഘവൻ, ദ കിങ് ഓഫ് ബ്ലഡി. അച്ഛന്മാരിങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടും വിഴുപ്പ് ചുമക്കാൻ ഇതാ യമനെ പോലെ ഒരു ടെററിസ്റ്റ്. കൊന്നത് ഇവനല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ അപ്പനെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നത് ഏത് മോണായാലും അവന്റെ വിധി എഴുന്നത് ഇയാളെക്കാട്ട് ചാക്കോച്ച് നേരിട്ടായിരിക്കും. ഓർത്തോളൂ, ഇതൊരു ഇടവേളയാണ്. This is just an intermission. പ്രിയങ്കരനായ അനസിനും ഷായ്ക്കും നല്ലൊരു സമ്മാനം. ഏതായാലും സ്വീകരണം സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു ടീഷർട്ട്. അടിപൊളി. ഒരുപാട് സന്തോഷം, നന്മ, സ്നേഹം, സന്തോഷം. നല്ലൊരു കയ്യടി. നമ്മുടെ സുഹാനക്കുട്ടിയാണ് മത്സരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. സൂപ്പർ ബമ്പർ കിട്ടുമോ എന്നെനിക്ക് അറിയില്ല. കിട്ടാൻ വേണ്ടിയാണ് എൻ്റെയും പ്രാർത്ഥന, പ്രേക്ഷകരുടെ പ്രാർത്ഥന, സിയുടെ പ്രാർത്ഥന. ഏതായാലും മോള് നന്നായിട്ട് പാടി തുടക്കത്തിൽ തന്നെ. ഏതായാലും ഇവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാം അല്ലേ? നല്ലൊരു പാട്ട് പാടിയാലോ? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാണോ? ഏതായാലും നല്ലൊരു പാട്ട് പാടാം. ചേർന്നിരുന്ന് തമ്മിലന്ന് ഗുരുകുലത്തിലായി ഞങ്ങൾ വിട പറഞ്ഞ നാളിലേറെ സങ്കടത്തിലായി. കൈപിടിച്ച് കൂടെ നിന്ന കൂട്ടുകാരിയും എൻ്റെ കൺതുടച്ച് മുന്നിൽ വന്ന് യാത്രമൊഴിയിലായി. ഈ കലാലയം ഇന്നും കാണും നേരത്തും ജീവിതാലയം ഇന്നും നീറുന്നുണ്ടെന്നും. ചേർന്നിരുന്ന് തമ്മിലന്ന് ഗുരുകുലത്തിലായി ഞങ്ങൾ വിട പറഞ്ഞ നാളിലേറെ സങ്കടത്തിലായി. ആദ്യത്തെ ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? യെസ്. യെസ്. ഓ, ഏതായാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പണിപ്പെട്ടിലെ ആദ്യത്തെ പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. സുഹാന, എടുത്തോളൂ. അടുത്ത ഗെയിമിന്റെ പേരാണ് ഹെയർ സ്റ്റൈൽ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡിനുള്ളിൽ 10 എണ്ണം തലയിൽ ഈ ക്ലിപ്പിട്ട് വെക്കുക. താഴെ പോയാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. താഴെ പോയാൽ കുഴപ്പമുണ്ട്, അത് കൂട്ടുന്നതല്ല. 120 സെക്കൻഡിനുള്ളിൽ 10 ക്ലിപ്പിടുക. ഇത് തലയിൽ വെക്കുക. ക്ലിപ്പിട്ട് ഞാൻ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സുഹാനയാണ് മത്സരിക്കുന്നത്. സി കേരളം സൂപ്പർ ബമ്പറിൽ ബമ്പർ അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി, കൗണ്ട് ഡൗൺ, സ്റ്റാർട്ട്. 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡിനുള്ളിൽ ഒരു കൈ കൊണ്ട് മാക്സിമം 10 എണ്ണമാണ് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടത്. കയ്യടി പോരാ, നല്ല കയ്യടി. 1 2 3 4 എണ്ണമായി 10 എണ്ണമാണ് പിടിപ്പിക്കുന്നത്. 10 എണ്ണം. സുന്ദരിയാകുകയാണ് സുഹാന. ഏതാഴെ പോകുന്നു. ഓക്കെ, ജയിപ്പിക്കണം. സുഹാനെ ജയിപ്പിക്കേണ്ടതുണ്ട്. 10 എണ്ണമാണ്. 10 എണ്ണം. താഴെ പോകാതെ 10 എണ്ണം ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഒരു കൈ കൊണ്ട് കയ്യടി പോരാ. 10 എണ്ണമാണ്. 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡാണ്. 120 സെക്കൻഡിനുള്ളിൽ 10 എണ്ണമാണ് ഇടേണ്ടത്. സുഹാന സുന്ദരിയായിരിക്കുകയാണ്. 50 സെക്കൻഡ് കഴിഞ്ഞു. 50 സെക്കൻഡ് കഴിഞ്ഞു. മുഖം മറയരുത്. ഓക്കെ, മാക്സിമം സ്പീഡില്. അടിപൊളി. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സുഹാനെ പ്രോത്സാഹിപ്പിക്കുക. സമ്മാനം 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ലെവൽ മത്സരമാണ് സുഹാന കളിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ലെവൽ. 40 സെക്കൻഡ് ബാക്കിയുണ്ട്.
40 സെക്കൻഡ് ബാക്കിയുണ്ട്. എത്ര എണ്ണം എടുത്തു നമുക്കറിയില്ല. ഏതായാലും 10 എണ്ണത്തിന് മേലെ ആയിട്ടുണ്ട്. ജയിച്ചു ജയിച്ചു ജയിച്ചു. ഏതായാലും ഞാനിത് അഴിക്കാൻ പോവുകയാണ്. ആ ഗ്യാപ്പിൽ ഒരു പാട്ടുകൂടെ പാടി. ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒന്ന്, ഒരു വൃദ്ധസദനമിൽ നിന്ന്. ആ ഉമ്മയോട് ചോദിച്ചു തന്മക്കളെല്ലാരും എവിടെ? കൈമലത്തിക്കൊണ്ടു പറയുന്നു എനിക്കാരുമില്ല മോനെ. മക്കളെല്ലാരും അവിടെ കോടീശ്വരന്മാരുമാണേ. ഇനി എന്തിനാണവർക്കെന്നെ ഒരു പുരാവസ്തു ഞാനല്ലേ? ഇനി എന്തിനാണവർക്കെന്നെ ഒരു പുരാവസ്തു ഞാനല്ലേ? ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒരു വൃദ്ധസദനമിൽ നിന്ന്. ആ ഉമ്മയോട് ചോദിച്ചു തന്മക്കളെല്ലാരും എവിടെ? 13 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. മോള് തമാശയ്ക്ക് പാടിയ പാട്ടാണെങ്കിലും ഈ പാട്ടിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടാണോ ഇത്? ആണോ? ഓ എന്ത് ചോദിച്ചാലും ഓ ഓ. ഏതായാലും മോടെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഓ ഉമ്മയ്ക്ക് വന്നേ. ഉമ്മേ, സുഹാനക്കുട്ടിയാണ് മത്സരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നത്. ആദ്യത്തെ ഗെയിമിൽ 1000 രൂപ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? വാ. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകാൻ സുഹാന റെഡിയാണ്. പണപ്പെട്ടിയിൽ പണം കിട്ടുന്നതിന് മുമ്പ് ഏത് പണിയാണ് സുഹാനെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കണം. നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മൾ തമ്മിലൊരു കടമുണ്ടല്ലേ? എത്ര രൂപയുടെ കടമാണുള്ളത്? 1000 രൂപയുടെ കടം. അതൊക്കെ ഓർത്തിരിപ്പുണ്ട്. ബാക്കിയെല്ലാം വാ വാ എന്ന് പറയും. 1000 രൂപയാണ് എനിക്ക് സുഹാനയ്ക്ക് കടമായിട്ട് കൊടുക്കുവാനുള്ളത്. സോറി, കടം ഞങ്ങൾ തമ്മിലുള്ളത് 1000 രൂപ. എന്തായാലും സുഹാനയുടെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ ലെവലിലെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. പിടിച്ചോളൂ. അടുത്ത ഗെയിമിലേക്ക് പോകാൻ സുഹാന റെഡിയാണെന്ന് പറഞ്ഞു. സുഹാനയെ കാത്ത് ഏത് ഗെയിമാണ്, ഏത് പണിയാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടുന്നതിന് മുമ്പേ പണിപ്പെട്ടിയിൽ നിന്ന് സുഹാനയ്ക്കുള്ള 8ന്റെ പണി എന്തു പണിയാണെന്ന് നമുക്ക് നോക്കാം. സുഹാന റെഡിയല്ലേ മോളെ? അപ്പൊ നമുക്ക് എടുക്കാം. സൂപ്പർ ബമ്പർ അടിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഗെയിം, ഈ ചെറിയ പ്രായത്തിലുള്ള ഗെയിം താലി കെട്ടുക. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സുഹാനയ്ക്കുള്ള 2000 രൂപയുടെ മത്സരമാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ സുഹാന മോൾക്കുള്ള ഗെയിം ഇതാണ്. മനസ്സിലായോ? പറഞ്ഞു തരാം. ഇവിടെ ഒരു ചൂരൽ ഇരിപ്പുണ്ട്. ചൂരലുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഓ ഓ ആരാ തന്നിട്ടുള്ളേ? ഉമ്മച്ചി തന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടോ? വാ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂരൽ കൊണ്ട് എന്താ ചെയ്യണ്ടേ? കയ്യിൽ നീട്ടി ഒരെണ്ണം തരട്ടെ? വേണ്ട. അപ്പോൾ ചൂരലിങ്ങനെ കടിച്ചു പിടിക്കുക. കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ മാല എടുത്തിട്ട് ഇവിടെ 2 ഡോൾസ് ഇരിപ്പുണ്ട്. ഓരോ ഡോളിൻ്റെ കഴുത്തിലും 3 എണ്ണം വെച്ച് 100 സെക്കൻഡുകൾ ഇടുക. മനസ്സിലായോ? കടിച്ചു പിടിക്കുക, എടുക്കുക, കൊണ്ടുപോവുക, ഇടുക. 3 എണ്ണം വെച്ച് കിട്ടോ. ഓക്കെ അല്ലേ? സുഹാന ഓക്കെ ആണോ? വാ, അങ്ങനെയാണ്. ഓക്കെ, വാ നമുക്ക് തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ടഫായിട്ടുള്ളൊരു ഗെയിമാണിത്. സുഹാനയാണ് മത്സരിക്കാൻ പോകുന്നത്. സി കേരളം സൂപ്പർ ബമ്പറിലെ 2ാമത്തെ ഗെയിമിൽ സുഹാന മത്സരിക്കുന്നു. താലികെട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. കൗണ്ട് ഡൗൺ. കയ്യടി. സുഹാനയ്ക്ക് ഉള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യടി മാത്രമാണ്. സുഹാനയ്ക്കുള്ള പ്രോത്സാഹനം നിങ്ങളുടെ കയ്യടി മാത്രമാണ്. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ് സുഹാന കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോരും, ശ്രമിച്ചു കഴിഞ്ഞാൽ മോളെ ഓക്കെയാണ്. ഓക്കെ, ശബ്ദം മാക്സിമം മക്കളെ, മാക്സിമം കിട്ടിയോ? ഓ 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ്, 35 സെക്കൻഡ്. ആ പിടിച്ചോ. ഓക്കെ, ഷോ. ഓക്കെ ഓക്കെ, നോക്ക് പിടിക്കും മോളെ. കയ്യടി. ഓ മോളെ ഒന്ന് പൊക്കി പിടിക്കേ. ചെയ്യ, സമയം പോണു.
ഓക്കെ, കയ്യടി കയ്യടി കയ്യടി. ഓ, പിടിക്കുമ്പോ തന്നെ മോളെ മുന്നോട്ടാക്ക്. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം ഇടണം, ഇടണം, ഇടണം. കളയില്ല, കളയില്ല. അടുത്തത് 100 സെക്കൻഡ് ആകാൻ പോകുന്നു. 100 സെക്കൻഡ് ആകാൻ പോകുന്നു. 40 സെക്കൻഡാണ് ബാക്കിയുള്ളത്. 40 സെക്കൻഡ് ബാക്കിയുണ്ട്. കളയാതെ മോളെ, കളയാതെ പ്ലീസ്. ഒരെണ്ണം. ആ കൊണ്ട് കളയാ. കറക്റ്റ്. 15 സെക്കൻഡ് ബാക്കിയുണ്ട്. നടക്കും. സമയം പോയിട്ടില്ല. ഒരെണ്ണം വിട്ടു. അപ്പുറത്തേലും ഒരെണ്ണം ഇട് മക്കളെ. ഒരെണ്ണം വിട്. ഓ ഗോഡ്. 5 മണിക്ക് 10 സെക്കൻഡ് ബാക്കിയുണ്ട്. എന്നാലും ഒന്നുകൂടി കയ്യടിക്കുക. കൗണ്ട് ഡൗൺ തുടങ്ങി. 4, 3, 2, 1. ഒരെണ്ണമെങ്കിലും ഒരെണ്ണം അത് ഇടാനുള്ള മനസ്സ് സുഹാനയുടെ ഏറ്റവും അഭിനന്ദനീയം തന്നെയാണ്. ഒരുപാട് ആശംസകളാണ് സുഹാനയ്ക്ക്. ഏതായാലും സാരമില്ല, എന്നാൽ നമ്മൾ പുറകോട്ട് പോകുമല്ലേ. ഏതായാലും നമ്മൾ അടുത്ത ഗെയിമിൽ നമ്മൾ മത്സരിക്കും, ഇനിയുള്ള ഗെയിമുകളിൽ മത്സരിക്കും. ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ടില്ല അല്ലേ. വാ, ഏതായാലും സന്തോഷമുണ്ട്. സുഹാനയാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ ഇന്ന് മത്സരിച്ച് രണ്ടാമത്തെ ആള്. 1000 രൂപയാണ് കിട്ടിയത്. ഏതായാലും മോളെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്മകൾ. ഓക്കെ, താങ്ക് യു. നമ്മളിന്ന് ബാലരാമപുരത്തായിരുന്നു. സി കേരളത്തിൻ്റെ ഷൂട്ട് ഇവിടെ ഈ സ്കൂളിലായിരുന്നു. നല്ല വെയിലത്ത്, പുരി വെയിലത്തായിരുന്നു ഷൂട്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ കൂടെ കൂടി ഇവിടുത്തെ ഇവരുടെ സ്നേഹം തന്നു, സന്തോഷം തന്നു, എല്ലാം നമുക്ക് വേണ്ടി പകർത്തു തന്നു. ഏതായാലും എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഈ ഒരു പരിഗണനയും ഈ സ്നേഹവും മനസ്സിലേക്ക് ചേർത്ത് വെക്കാനുള്ള ഒരു മനസ്സും ഒക്കെയാണ് സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരുപാട് സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്നേഹിക്കുക, സന്തോഷിക്കുക, വിഷമത്തിൻ്റെ ഇടയ്ക്കൊക്കെ സന്തോഷിക്കുക. പണ്ടൊരു രാജകൊട്ടാരത്തിൽ ഒരു വിദൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം രാജാവിന് ഒരുപാട് തമാശകൾ പറഞ്ഞ് എപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കും. രാജാവാണെങ്കിൽ ഭയങ്കര ചിരി. ആ ചിരി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. രാജകൊട്ടാരത്തിൻ്റെ ദർബാറിൽ രാജാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭയങ്കര പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം ഈ വിദൂഷകൻ ചാർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഭടൻ വന്നിട്ട് ഈ വിദൂഷകൻ്റെ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് പറഞ്ഞു. പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി സന്തോഷമായിട്ട് വീണ്ടും തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞു, ദർബാർ പിരിഞ്ഞു. ഇപ്പോൾ രാജാവിന് സംശയം. രാജാവ് ചോദിച്ചു, അല്ലെ വിദൂഷക, നിങ്ങളുടെ ചെവിയിൽ വന്ന ഭടൻ എന്താണ് വന്ന് പറഞ്ഞത്? മഹാരാജാവേ, മറ്റൊന്നുമല്ല, ഈ ഒരു കുറച്ച് നേരം മുന്നേ എൻ്റെ ആകെയുള്ള ഒരു ആൺമകൻ പാമ്പ് കടിച്ചു മരിച്ചുപോയി, അതാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടായില്ലേ? ഒന്നുമില്ല, മനസ്സിൽ ഉള്ളിൽ തട്ടിയ വിഷമം തന്നെ ഉണ്ട്. എൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ്, മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നു, നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ എന്തും ഉണ്ടായിക്കോട്ടെ, നമുക്ക് ആർത്തുല്ലസിക്കാം, ചിരിക്കാം, ചിരിപ്പിക്കാം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം. ചിരി മാത്രമല്ല, സമ്മാനങ്ങളും ഒരുപാട് ചോദ്യങ്ങളും മനസ്സ് നിറയെ സ്നേഹവുമായി സി കേരളം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട ബാലരാമപുരത്തിന് നന്ദി. ഒരുപാട് തമാശകളും ചിന്തകളും സൂപ്പർ ബമ്പറുകളുമായി ഒരുപക്ഷെ ഞങ്ങളുള്ളത് നാളെ നിങ്ങളുടെ നാട്ടിലായിരിക്കും. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാട്.